നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവണമെന്ന് പറയാൻ സാധിക്കില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള റീഡിംഗ് ആണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഒരു അഫർമേഷൻ പറയുന്നത് പോലെ എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉപദേശമാണ്. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുക, പോസിറ്റീവായ വ്യക്തികളോട് മാത്രം കോണ്ടാക്റ്റ് വയ്ക്കുക. ഒരു നെഗറ്റീവ് എനർജിയെ നമ്മുടെ സോളിലേക്ക് കടന്നു പോകുവാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നുവോ അത്രത്തോളം നമ്മൾക്ക് ബ്ലെസ്സിങ്സുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മൾ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക, മറ്റുള്ളവരോടുള്ള മറ്റുള്ളവർ നൽകിയ വേദനകൾ റിപ്പീറ്റ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സോൾ വളരെ ഡൗൺ ആയി പോവുകയും നെഗറ്റീവുകളെ മാത്രം സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ അതിൽ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നോട് പറയാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറെ സമീപിച്ച് നിങ്ങൾക്ക് റീഡിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് റീഡിംഗ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ചിന്തിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വെച്ചിരിക്കുന്ന ആ ഒരു കാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്. എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഭയങ്കര പവിത്രതയോടെയും വിശ്വസ്തയോടെ എല്ലാമാണ് ആ വ്യക്തിയെ സ്വീകരിച്ചത്. നിങ്ങൾക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു സെപ്പറേഷനെ കുറിച്ച്. അത്രത്തോളം ഹാർഡമായിട്ട് നിങ്ങൾ വിശ്വസിച്ചിരുന്നു ആ വ്യക്തിയെ. ആ വ്യക്തിയായിരുന്നു നിങ്ങളുടെ ഒരു ലോകം, നിങ്ങളുടെ ഒരു ലോകം ആ വ്യക്തിയായിരുന്നു. ആ കൈകൾക്കുള്ളിൽ വെച്ചിരിക്കുന്ന പെൻറ്റിക്കിൾസ് ഒരു വീൽ ഓഫ് ഫോർച്യൂണിനെയും കൂടി നമ്മൾക്ക് അതിനകത്തേക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ്. അത്രത്തോളം ബ്ലെസ്സിങ്സ് ആയിരുന്നു. അതായത് നിങ്ങൾക്ക് കാലം തന്ന ഒരു നിധി പോലെയാണ് നിങ്ങൾ അവരെ കെയർ ചെയ്തത്. നിങ്ങൾ ഭയങ്കരമായി സന്തോഷിച്ച ഒരു സാഹചര്യമായിരുന്നു അവരോടൊത്ത്. മാത്രവുമല്ല, നിങ്ങൾ ഫിസിക്കലിയും സാമ്പത്തികവുമായിട്ടും എല്ലാം നിങ്ങൾ ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അവരെ എങ്ങനെ പറയുക, എല്ലാ രീതിയിലും അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കേട്ടും അവർക്ക് മുൻപേ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തികളെയായിട്ടാണ് നമ്മൾക്കിവിടെ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ അത്രത്തോളം അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത വ്യക്തികളായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയറിലെയും എല്ലാ കാര്യങ്ങളും സാമ്പത്തികമൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തിട്ടും സഹായിച്ചിട്ടുമൊക്കെ ഉണ്ട്. ജസ്റ്റിസാണ്, നിങ്ങൾക്ക് നീതി വേണമെന്നാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയത് നേരെ ഓപ്പോസിറ്റായ കുറേ അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് നീതി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേറെ ഒരു കാര്യത്തിനുമല്ല. നിങ്ങൾ നിഷ്കളങ്കമായി കൊടുത്ത സ്നേഹത്തിനാണ് നിങ്ങൾക്ക് തിരിച്ച് നീതി വേണമെന്ന് നിങ്ങൾ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ ഭയങ്കരമായ ശക്തമായ പവർഫുള്ളായിട്ട് നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടണമെന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് അർഹമാകുന്നതും നിങ്ങൾ എത്രത്തോളം അർഹമാകുന്നു അത്രത്തോളം ആഴത്തിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും. അതാണ് നിങ്ങൾ യൂണിവേഴ്സിനോടെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ സോളിനോട് തന്നെ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതും. കാരണം നിങ്ങൾ അത്ര വിശ്വസ്തയോടെ അത്രത്തോളം പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ലോകമില്ലായിരുന്നു. ഒരു പുതുമയോടുകൂടി തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിച്ചതും. നിങ്ങൾ ആ വ്യക്തിയിൽ തന്നെ ഫോക്കസ് ചെയ്തിരുന്നു. നിങ്ങൾ വളരെ സന്തോഷവും ഹാപ്പിനെസ്സും, അത് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെൽഫായിട്ട് നിന്ന സമയത്ത് നിങ്ങളിലേക്ക് വന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ഒറ്റക്കാലയിൽ നിങ്ങൾ സ്വസ്ഥമായിട്ട് നിന്ന ലൈഫിലേക്ക് കയറി വന്ന് നിങ്ങൾക്ക് കുറച്ച് നാൾ കുറേ സന്തോഷവും തന്നിട്ട് ആളുടെ കാര്യം നോക്കി പോയതായിട്ടാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു ഇമോഷനാണ്. നിങ്ങൾ 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോഴും ആ പഴയ കാലത്തിൽ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയുടെ ക്യാരക്ടർ, അവരുടെ ആ ഒരു പവന അവരുടെ ആ രീതികൾ,
അതായത് അവരൊരു എന്ത് തൊട്ടാലും പൊന്നാക്കുന്ന രീതിയിലെ വ്യക്തിത്വങ്ങളായിരുന്നു. അവരെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു രീതി, അവരുടെ ആ ഒരു പവർ, അവരുടെ ആ ഒരു ക്യാരക്ടറിന് നിങ്ങൾ അതുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോഴും ആ ഭൂതകാലത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഓരോ സ്നേഹത്തെയും സാഹചര്യത്തെയും ഒക്കെ നിങ്ങൾ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര ആ വ്യക്തിയായിട്ട് ബന്ധം വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോട് ഇപ്പോഴും ആ ഒരു പ്രണയം, ആ ഒരു ഇഷ്ടം അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോഴും ആ ഓരോ നിമിഷങ്ങളിൽ അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഓരോ ഇഷ്ടങ്ങളും രീതികളും, ഒരു സംസാരിച്ചതും പറഞ്ഞതും എടുത്തതും എല്ലാം ഇപ്പോഴും നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സിനകത്തൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും ആ വ്യക്തിയെ മായ്ച്ച് കളയാൻ വയ്യാത്ത വിധം നിങ്ങൾ അത്രത്തോളം ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ വ്യക്തി വന്നാലും ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ പൂർണ്ണമായും ആ വ്യക്തിയെ സ്വീകരിക്കാനും ആ വ്യക്തിയെ സ്നേഹിക്കാനും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനും തയ്യാറാണ്. കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് സ്ട്രഗിളും ചെയ്യാൻ തയ്യാറാണ്, എന്തും അനുഭവിക്കാൻ തയ്യാറാണ്. കാരണം ആ വ്യക്തി അത്രത്തോളം ഒരു കിങ്ങിൻ്റെ പവർ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഒരു ക്യൂനിൻ്റെ പവർ, കിങ്ങിൻ്റെ നല്ലൊരു ആഠിത്യമുള്ളൊരു വ്യക്തിത്വത്തെയാണ് ആ വ്യക്തിയിൽ കാണുന്ന നിങ്ങൾ ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ പൂർണ്ണമായിട്ടും സ്റ്റക്കഡാണ്. ആ വ്യക്തിയുടെ ബാഹ്യ സൗന്ദര്യത്തിലും ആന്തരിക സൗന്ദര്യത്തിലും നിങ്ങൾ സ്റ്റക്കഡായിട്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങളവിടെ സ്റ്റക്കായി പോയിരിക്കുകയാണ്. ആ വ്യക്തിയിൽ തന്നെ നിങ്ങൾ സ്റ്റക്കാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു രീതിയിലും ആ വ്യക്തിയോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നിങ്ങൾ നിരാശയോടുകൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു തിരിച്ചു വരവ് വന്നിരുന്നെങ്കിൽ, കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് മനസ്സ് തുറന്ന് അതെല്ലാം ഒന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അത്രത്തോളം ആ വ്യക്തിയോടൊത്തുണ്ടായിരുന്ന ഒരു ലൈഫ് അത്രത്തോളം സമൃദ്ധമായിരുന്നു, അത്രത്തോളം ഹാപ്പിനെസ് ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ആഴത്തിൽ ഇപ്പോഴും നിങ്ങൾ ആ കറൻറ്റ് സിറ്റുവേഷന് ജസ്റ്റിസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയെ തിരിച്ച് കിട്ടുക എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. ദ ഹയറോഫൻ്റ് ആണ്. നിങ്ങൾ പലരോടും നിങ്ങൾ ശരിക്കും അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു ചർച്ചയ്ക്കോ എന്ത് വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾ മറ്റൊരാളെ മധ്യസ്ഥം നിർത്തി സംസാരിക്കാനോ ചർച്ചയ്ക്കോ എന്ത് കാര്യത്തിനും നിങ്ങൾ തയ്യാറാണ്. കാരണം അത്രത്തോളം നിങ്ങൾ അഡിക്റ്റഡ് ആണ് ആ വ്യക്തിയോട്. അത്രത്തോളം നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ്. ഇനിയിപ്പോൾ ഏജ്ഡ് ആയ ആളുകളാണ് ഇതിനകത്തുള്ളതെങ്കിൽ പോലും അവർക്ക് പോലും അവരോടൊരു പവിത്രമാർന്ന സ്നേഹത്തെയാണ് ഇവിടെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ കാണിക്കുന്നത്. നിങ്ങൾ അതുപോലെ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ എന്ത് കുറവിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ആ വ്യക്തിയെ ഭയങ്കരമായിട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തി ജസ്റ്റിസ് അനുഭവിക്കുകയാണ്. ആ വ്യക്തി എവിടെയാണോ അവിടെ ആ വ്യക്തി ശിക്ഷ അനുഭവിക്കുകയാണ്. ദ ഹാങ്ക്ഡ് മാൻ. ആ വ്യക്തി ആ ഒരു ശിക്ഷയിൽ കിടന്നുകൊണ്ട് ആ വ്യക്തി ആ ഒരു ഒറ്റപ്പെട്ട് സ്വയം ആ വ്യക്തി ചെയ്ത കാര്യങ്ങൾ ഓർത്തിപ്പോൾ ഉരുകി നഷ്ടങ്ങൾ ഓർത്ത വ്യക്തി, അതായത് കാലം ചോദിച്ചു എന്ന് മനസ്സിലാക്കി അയാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ആ വ്യക്തിക്ക്, മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ആ വ്യക്തി ചെയ്തതിൻ്റെ ശിക്ഷ കിട്ടി എന്ന വ്യക്തി പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇനി ഒരു ഡെത്താണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണമല്ല കേട്ടോ. ഡെത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവിക്കുന്ന ആ വ്യക്തി ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരു അവസാനം, എന്നിട്ടൊരു റീബർത്ത്, ഒരു പുതിയ വ്യക്തിയാവണം എനിക്ക്. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കുന്ന ഈ മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ എല്ലാം ഞാൻ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തത് എനിക്ക് തിരിച്ച് കിട്ടി, എനിക്ക് ജസ്റ്റിസ് ഞാൻ അനുഭവിക്കുകയാണ്, ഒരു ജസ്റ്റിസിൽ പെട്ടു ഞാനെന്നും കാലമാണിത് നൽകിയതെന്നുമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതായത് കാലം കണക്ക് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർ ചെന്നിന്ന് ചോദിക്കുന്ന പോലെ ആയിരിക്കില്ല. അത് വളരെ തീവ്രമായിരിക്കും കാലം ചോദിക്കുന്ന കണക്കെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ആരെന്ത് ചെയ്താലും നമ്മൾ വിട്ട് കളഞ്ഞേക്കുക, നമ്മൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചേരെ. ബാക്കിയൊക്കെ യൂണിവേഴ്സ് അതിൻ്റെ സമയമാകുമ്പം
അതായ കാര്യങ്ങൾ നടത്തിക്കോളും എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആ വ്യക്തി പ്രതീക്ഷയിലാണ്. ആ വ്യക്തി വേറൊരു ദിശയിലേക്ക് പോയെന്നും തെറ്റായൊരു ദിശയിലേക്കാണ് പോയതെന്നും നിങ്ങളിലേക്ക് തിരിച്ച് വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ആ വ്യക്തിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ബാലൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആ വ്യക്തി പൂർണ്ണമായി റെഡിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ആ വ്യക്തി ഭയങ്കര പ്രതീക്ഷയിലാണ്. പുള്ളി കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു ഇപ്പോൾ പോയ സിറ്റുവേഷനിൽ. അവരെന്താണോ നിങ്ങളോട് ചെയ്തത് അത് അവർക്ക് കിട്ടി. അവരിപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. ഒരു പുതിയ തുടക്കം ഉണ്ടാകണം, പുതിയൊരു സ്റ്റാർട്ടിങ് വേണം. എന്തു വന്നാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം. നിങ്ങളെക്കുറിച്ച് ശരിക്കും അവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ തുടക്കം വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ശരിക്കും ആ വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കരമായ അവർക്കൊരു പ്രശ്നമാണ്, വേദനയാണ്, ഹെഡ് പെയിൻ ആണെന്ന് തന്നെ പറയാം. നമ്മൾക്ക് താങ്ങാൻ വയ്യാത്ത ഒരു ടെൻഷൻ, അതായത് കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്തി ഇനി അത് വീണ്ടും തിരിച്ച് കിട്ടുക എന്നത് ചില കാര്യങ്ങളിൽ വളരെ ഡിഫിക്കൽറ്റി ആയ ഒന്നാണ്. നമ്മൾ കയ്യിൽ കിട്ടിയതിനെ കളയുക, പിന്നെ അതിന് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ, ഇനി എന്നിലേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ അവർ ഭയങ്കരമായിട്ടും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്. അവർ നിങ്ങളുടെ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്ത എല്ലാം അവർക്കുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏസ് ഓഫ് വാൻസ് ആണ്. അവർ പെട്ടെന്നൊരു തുടക്കം ഉണ്ടായെങ്കിൽ, പെട്ടെന്ന് നിങ്ങളിലേക്കൊന്ന് വരാൻ പറ്റിയിരുന്നെങ്കിൽ, പെട്ടെന്ന് നിങ്ങളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അവരതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സുമായിട്ട് അവർ കണക്റ്റഡ് ആവുന്നുണ്ട്. അവർ കണക്റ്റ് ആവുകയാണ് യൂണിവേഴ്സുമായിട്ട്. ഒരു നൈറ്റ് ഓഫ് കപ്സ് ആണ്, ഒരു പുതിയ പ്രണയമായിട്ട്. അതായത് നിങ്ങൾ എങ്ങനെയായിരുന്നോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ബന്ധം ഉണ്ടായിരുന്ന അതുമായിട്ട് നിങ്ങളിലേക്ക് വരിക എന്ന് ചിന്തിച്ച് അവരിങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. ശരിക്കും അവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ തിങ്കിങ് ആണ്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇട്ടിരിക്കുന്ന 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളെ അവർക്ക് മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരിക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവരതിനു വേണ്ടിയിട്ട് നല്ല പോലെ ആലോചിക്കുന്നതായിട്ടാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സും അവരുടെ കറൻറ്റ് ഫീലിങ്സും ഏകദേശം ഒരേപോലെയായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കുറേ ആളുകൾക്കൊക്കെ ഒരു റിയൂണിയൻ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മാലാഖയോട് എപ്പോഴും ചോദിച്ച ഒരു ചോദ്യത്തിന് മാലാഖ നിങ്ങൾക്ക് യെസ് എന്നാണ് കേട്ടോ മറുപടി നൽകിയിരിക്കുന്നത്. നമുക്ക് മാലാഖ നമ്മൾക്ക് നൽകിയിരിക്കുന്ന മറുപടി യെസ് എന്നാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ എടുത്ത തീരുമാനം ശരിയാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ശരിയാണെന്നും അധികം ഓപ്ഷനുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വേറെയും പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകും. നിങ്ങൾക്ക് അനുയോജ്യമായത് എടുത്തോ. ഒരുപാട് ഓപ്ഷൻസ് ഒന്നും നമ്മൾ കണ്ണിൽ കാണണ്ടെന്നാണ് മാലാഖ പറയുന്നത്. അതായത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ പദ്ധതിയുമായി മുൻപോട്ട് പോകുക. കാരണം നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്കും വികസനത്തിനും നിങ്ങൾ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തി. എന്നിരുന്നാലും ചില തീരുമാനങ്ങൾ ആലോചിച്ചിട്ടെടുത്തില്ലെങ്കിൽ വെല്ലുവിളികളാവാം. അതും ചിന്തിക്കണം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ കൂടെ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പായി ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവർക്കൊന്നും ബുദ്ധിമുട്ടാകരുത്. അവരൊന്നും നമ്മളിൽ നിന്ന് പോകാനോ അതുപോലുള്ള വെല്ലുവിളികളൊന്നും ചെന്ന് പെടാനൊന്നും ഇടവരരുത് കേട്ടോ. നിങ്ങളുടെ മുന്നിലുള്ള ദൗത്യം ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ സങ്കടകരമോ ആണെങ്കിൽ ജീവിതം ഉറപ്പിക്കുന്നതും സ്വയം സ്നേഹിക്കുന്നതുമായ രീതിയിൽ നിങ്ങളുടെ പദ്ധതികളുമായി മുൻപോട്ട് പോകുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് നമുക്കൊരിക്കലും ഒരു സൊല്യൂഷനും കാണാൻ പറ്റില്ല. അതിൻ്റേതായ സമയമാകുമ്പം അതിന് സൊല്യൂഷൻ വന്നുകൊള്ളൂ. നിങ്ങളുടെ സഹായത്തിനായി സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തുക. അപ്പം ഇവിടെ ഒരു അഭിപ്രായം നമുക്ക് പറഞ്ഞല്ലോ. ദ ഹെയറോഫെൻ്റ് എന്ന് പറഞ്ഞ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെയോ ഒരു മധ്യസ്ഥം വഹിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ഓക്കെ ആക്കുക എന്ന് തന്നെയാണ് നമ്മൾക്ക് ടാറോയും തന്നേക്കുന്നത്. അതേ മെസ്സേജ് തന്നെയാണ്
നമുക്ക് യൂണിവേഴ്സും തന്നിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒത്ത് നല്ലപോലെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഇനി അവരെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യണമെങ്കിൽ, അല്ലെ അവരുമൊത്തൊരു വിവാഹ ജീവിതം വേണമെങ്കിൽ, വിവാഹം കഴിയാത്തവർക്ക് വിവാഹ ജീവിതമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇനി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വിവാഹിതരാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. വിവാഹിതരായവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യോജിച്ച് തന്നെ പോകാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ റീഡിങ്ങിൽ എനർജി വന്നവർ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് വിശ്വാസമാണ്. നമുക്കൊരു വിശ്വാസം വേണം. എന്തൊരു കാര്യത്തിലും നമ്മൾ അത് സംശയം വെച്ച് ഒരു കാര്യം ചെയ്യരുത്. എന്തായിക്കോട്ടെ, ഇനി സംശയമാണെങ്കിൽ അത് ഉറച്ച മനസ്സോടുകൂടി അത് കിട്ടില്ല എന്ന് തീരുമാനിച്ച ഇറ്റ്സ് ഓക്കെ, അത് കിട്ടില്ല എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. അതല്ല, ഒരു സാധനം കിട്ടുമെന്ന് നമ്മുടെ മനസ്സിൽ അത്രത്തോളം നമുക്കത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിട്ടും, എനിക്കത് കിട്ടും. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ അത് എങ്ങനെയാകുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം വേണം. അതെങ്ങനെ കിട്ടണമെന്ന് നിങ്ങളുടെ ഉള്ളിലാണ്. പോസിറ്റീവായി തന്നെ തിങ്ക് ചെയ്യുക. നമ്മുടെ സോളിൽ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് എനർജിയെ കയറ്റരുത് കേട്ടോ. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ തിങ്ക് ചെയ്യാവുള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം ദൃശ്യവൽക്കരിക്കുക. കണ്ടോ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ എന്ത് ഫലത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കിട്ടി എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ അഫർമേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ദൃശ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുക. അവരോടൊത്തുള്ള ജീവിതം, അവരോടൊത്ത് നടന്നത്, സ്നേഹിച്ചത്, അതൊക്കെ ഇങ്ങനെ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്ന എല്ലാ ജീവിതവും മാക്സിമം നിങ്ങൾക്ക് എന്തെല്ലാം സ്വപ്നം കാണാൻ പറ്റുമോ അതെല്ലാം നല്ല ആഴത്തിൽ കണ്ടുകൊള്ളുക. ഒരു ചെറിയ കാഴ്ചപ്പാടിന് അനുകൂലമായി എല്ലാ നിഷേധാത്മകതയും അശുഭാപ്തി വിശ്വാസവും മാറ്റിവെക്കുക. ആകർഷണ നിയമം, അതായത് ആളെ ആകർഷിക്കണ നിയമം പാലിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ലഭിക്കാൻ പ്രതീക്ഷിക്കുന്നത് നമ്മിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നമ്മുടെ ധാരണകൾ നമ്മൾ വലിയ കാര്യങ്ങൾക്ക് അർഹരാണെന്ന്. ഇപ്പോൾ നമ്മൾ സന്തോഷം ആകർഷിക്കുക. നമ്മൾ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് കാര്യവും ആകർഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. നാം സംശയത്തിൽ അകപ്പെടുകയോ സ്വന്തം ആത്മാഭിമാനത്തിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മുടെ അനുഭവങ്ങളെല്ലാം നെഗറ്റീവായിരിക്കും. അപ്പോൾ ഊർജവുമായി പൊരുത്തപ്പെടുക. നിങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ വിശ്വസിക്കുക, സ്വപ്നം കാണുക. ഇതെല്ലാം ഞാൻ യൂണിവേഴ്സൽ മെസ്സേജിൽ നിങ്ങളോട് പറയുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും. ഈ ഏഞ്ചൽസ് തരുന്ന മെസ്സേജുകളെ പോലെ തന്നെ കണക്റ്റഡ് ആയിട്ടാണ് യൂണിവേഴ്സൽ മെസ്സേജ് ഇട്ട് തരുന്നത്. നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനേയും നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ലെങ്കിൽ തൽക്കാലം എവിടെയെങ്കിലും ഒതുങ്ങി മാറി ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ വരുന്നത് വരെ ഒരു കാര്യത്തെ നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ സാധിക്കില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സോൾ അനുസരിച്ച് തുടങ്ങുകയാണെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ആകർഷണ നിയമം പാലിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, ഈ സന്തോഷകരമായി കാണുക. നമ്മൾക്ക് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് എനർജിയെ നമ്മുടെ സോളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കുക. 100% ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എനർജി നെഗറ്റീവ് ആക്കണ്ട, പോസിറ്റീവായി പോട്ടെ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സമയത്ത് വരേണ്ടത് വന്നോളും. ചിലതൊക്കെ വരാൻ താമസമുണ്ട്. ആ താമസമുള്ള സമയം കഴിയുമ്പോൾ അത് വരും. അതുവരെ വെയിറ്റ് ചെയ്യാൻ മനസ്സ് വരിക. ചിലർക്ക് സെപ്പറേഷനൊക്കെ ഒരു ഇത്ര കാലം ഉണ്ടാകും. ചിലതൊക്കെ 10 വർഷക്കാലം സെപ്പറേഷന് ജീവിക്കേണ്ടി വരും. ചിലത് അതിൽ കൂടുതൽ നിൽക്കേണ്ടി വരും. അത് നമുക്ക് കാലം അനുവദിച്ചിരിക്കുന്ന ഒരു ടൈമിംഗ് ആണ്. ആ ടൈമിംഗ് കഴിയുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കൈ കിട്ടുമെങ്കിൽ ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാമായിരുന്നല്ലോ. അപ്പം അത്രയും ചിന്തിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതും കൊണ്ടൊരു പ്രയോജനമുണ്ട്, ഇത് നിങ്ങൾക്ക് സംതൃപ്തമായി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്കൊരു പ്രചോദനം. അതുപോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.